അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? സാൻജോ സന്തോഷ്. എവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻ്റ് ആണ്. LLB സ്റ്റുഡൻ്റ് ആണ്. LLB സ്റ്റുഡൻ്റാ? ഏത് കോളേജിലാണ്? CSA ലോ കോളേജ്, പാറശാല. സ്ഥലം അവിടെ തന്നെയാണ്? സ്ഥലം നെയ്യാറ്റിങ്കര. ഫേബ നിംസിൽ വർക്ക് ചെയ്യുന്നു, നേഴ്സാണ്. ബാലരാമപുരം താമസിക്കുന്നത്. ഞാൻ സാനിയ സന്തോഷ്, പ്ലസ് ടു. ഏത് സ്കൂളിലാണ്? VTM-NSS ധനുവച്ച്. ഓക്കെ. ഞാൻ ഫെബിൻ, ന്യൂസ് ചാനൽ മാതൃഭൂമി. ഏത് ന്യൂസ് ചാനലാണ്? മാതൃഭൂമിയിൽ വർക്ക് ചെയ്യണല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കൊരു വിശിഷ്ട വ്യക്തി കൂടിയുണ്ട്, മാതൃഭൂമിയിൽ ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്നതാണ്. എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. അതിൻ്റെ രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ തരിക. ആരാണോ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ വിജയി. മനസ്സിലായല്ലോ? പറഞ്ഞില്ലെങ്കിൽ വിജയില്ല. ആരെങ്കിലും ഒരാൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായാലും പറയും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലൂ തരും. വെള്ളവും വേണ്ട, വറ്റും വേണ്ട, വായു മാത്രം ഭക്ഷണം. എന്താണ്? വെള്ളവും വേണ്ട, വറ്റും വേണ്ട, വായു മാത്രം ഭക്ഷണം. എന്താണ് ആ സാധനം? കളിക്കുന്ന സാധനമാണ്. യെസ്, കറക്റ്റ് ആൻസർ. ഇവിടെ പറഞ്ഞില്ലെങ്കിലോ, ആൻസർ പറഞ്ഞില്ലെങ്കിലോ. അതാണ്, ഇത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യന് തന്നെ ആ ഒരു ട്രിക്ക് മനസ്സിലായല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാൽ കിണ്ണത്തിൽ പളുങ്കുമണി. എന്താണ്? പാൽ കിണ്ണത്തിൽ പളുങ്കുമണി എന്താണ്? നമ്മുടെ ശരീരഭാഗമാണ്. കണ്ണ്. കറക്റ്റ് ആൻസർ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. കുസൃതി ചോദ്യമേ ഞങ്ങൾക്ക് അറിയത്തില്ല, ആൻസർ പറഞ്ഞു തന്നാൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു എന്നും പറഞ്ഞു തന്ന ആളാ. 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിത്യവും കുളിക്കും, മഞ്ഞളിൽ നീരാടും, എന്നിട്ടും കാക്കയെ പോലെ. ആര്? നിത്യവും കുളിക്കാറുണ്ട്, മഞ്ഞളിൽ നീരാടാറുണ്ട്, എന്നെങ്കിലും കാക്കയെ പോലെയാണ്. ആരാണ്? വീട്ടിലൊക്കെ ഉള്ള ഒരു സാധനമാണ്. വീട്ടിലെ അടുക്കളയിലുണ്ട്. പണ്ട് കാലത്ത് അമ്മമാരൊക്കെ ഉപയോഗിക്കുക. ഇല്ല, കലമല്ല, അമ്മിക്കല്ല്. കറക്റ്റ് ആൻസർ. ഇവ നിൽക്കുന്ന സ്ഥലം ശരി. ഒന്ന് മാറ്റി നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. തോളിൽ തൂങ്ങി തല്ലുകൊള്ളും കൊച്ചൻ ആരാണ്? കൊച്ചിന്റെ പേര് പറയൂ. തോളിൽ തൂങ്ങി തല്ലുകൊള്ളും കൊച്ചൻ ആരാണ്? ബാഗ്. തല്ലുകൊള്ളാറുണ്ടോ? തോളിൽ തൂങ്ങി തല്ലുകൊള്ളുന്ന ഒരു കൊച്ചൻ. ഏതാണ് കൊച്ചൻ? കൊച്ചൻ ഒരു പ്രയോഗം മാത്രം. അത് വിട്ടുകളായി. ക്ലൂ ഉത്സവ പറമ്പിലൊക്കെ കാണും ഈ സാധനം. സാധാരണ അപ്പോഴേക്ക് ഉത്സവ സമയത്തൊക്കെയാണ് കാണാറുള്ളത്. ക്ഷേത്രങ്ങളിൽ കാണാറുണ്ട്. ചിലർ ഇതൊരു സ്പോർട്സ് ആയിട്ടൊക്കെ പഠിക്കും. സ്പോർട്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ചിലർ ഇതൊക്കെ പഠിക്കാറുണ്ട്. ചെണ്ട. കറക്റ്റ് ആൻസർ. പൊസിഷൻ മാറിയിട്ട് കാര്യമില്ല. നിന്ന് സ്ഥലത്ത് വീട്ടിൽ നിന്നോളൂ. ഇനിയൊരു കാര്യം ചെയ്തു, ഇയാളെ അപ്പുറത്ത് നിന്നിട്ട് അയാളെ ഇപ്പുറത്തോട്ടാണ്. ചിലപ്പോ ഇനി ആൻസർ മാറ്റി പറഞ്ഞാലോ? അത് തന്നെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. കയ്യിൽ വടി, വായിൽ മധുരം. എന്താണ്? ലോലിപോപ്പ് അല്ല. കയ്യിൽ വടി, വായിൽ മധുരം. എന്താണ്? കഴിക്കാനുള്ള സാധനമാണ്. ഐസ്ക്രീം അല്ല. പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മധുരമുള്ള സാധനം. നമ്മൾ ആരും ഉണ്ടാക്കണ്ട. വടി പോലെ ഇരിക്കും. എന്താണ് ആ സാധനം? കരിമ്പ്. കറക്റ്റ്. എനിക്ക് തന്നിട്ട് അങ്ങ് പൊക്കൂടെ? അപ്പൊ വലിച്ചു കഴിഞ്ഞെങ്കിൽ ഇനിയൊരു കാര്യം ചെയ്യാം. ഞാൻ മാറി. അവര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം.
വേണ്ട വേണ്ട അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. കാട്ടിൽ ഒരു വെള്ളക്കാരൻ പറന്നു നടക്കുന്നു. ആരാണ്? അപ്പം തടി. അപ്പം തടി കറക്റ്റ് അറിയായിരുന്നു, പിന്നെ അങ്ങ് വിട്ടുകൊടുത്തല്ലേ. ഒരെണ്ണം ശരിയായപ്പോ എന്തിനാ? എനിക്ക് 5 ആയല്ലോ അല്ലേ? 5 ഒരെണ്ണം കൂടെ പറഞ്ഞാൽ മതി. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. കാള കിടക്കും കയറോടും. എന്താ? ചെരുപ്പ്. ചെരുപ്പല്ലേ, കയറോടും. പണ്ട് മുതലേ നമ്മൾ കേൾക്കാറുള്ള ഒരു പറയൂ. കാള കിടക്കും കയറോടും. സാധാരണ കൃഷി ചെയ്യാറ്. മത്തൻ. Yes. തണ്ണിമത്തൻ. അല്ല മത്തൻ. മത്തൻ. കാള കിടക്കും. അതെന്ന് വെച്ചാ ആ ഒരു ഫ്രൂട്ട് ഇങ്ങനെ കിടക്കുകയല്ലേ ഉള്ളൂ. അതിന്റെ ഇത് എന്താ പറയണ, ആ ഒരു ചെടി ഇങ്ങനെ പടർന്ന് പോകത്തില്ലേ? അതന്നെയാണ് പറയണത്. അത് തന്നെ, അതൊരു പ്രയോഗമായിട്ട് അതവിടെ കിടക്കും. മറ്റേ ഇതിങ്ങനെ വേര് ഓടി ഓടുന്നത്. കണ്ണു വെച്ച് പറയാൻ പറ്റും. എല്ലാരും കണ്ണു വെച്ച് അല്ല, അതിന്റെ കാറ്റ് ഇങ്ങോട്ട് അടിച്ചതാ. അല്ല, ഇച്ചിരി നേരം പൊസിഷൻ മാറി നിന്നല്ലോ. ഞാൻ ആദ്യം മാറി. ഇനി മാറണ്ടായിട്ടോ, മാറിയതാണ് പ്രശ്നമായെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാക്കയ്ക്കും കോഴിക്കും വേണ്ടാത്ത ചുവന്ന ചൂടൻ പഴം എന്താണ്? കാക്കയ്ക്കും വേണ്ട കോഴിക്കും വേണ്ടാത്ത ചുവന്ന ചൂടൻ പഴം എന്താണ്? അല്ല, തക്കാളിയാണോ? അല്ല, ഇത് കഴിക്കാനുള്ള ഐറ്റം അല്ല. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കാണുന്ന ഒരു സാധനമാണ്. അടുപ്പിലൊക്കെ കാണും ഈ സാധനം. കരിയല്ല, അല്ല, കനൽ. കനൽ കറക്റ്റ് ആൻസറാണ്. ഞാൻ കൊടുത്ത ക്ലൂ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഇനി ഇവരുടെ ചോദിച്ചു. ഞാൻ ജയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ആനയെ തിളയ്ക്കാൻ തടിയുണ്ട്, കടുക് പൊതിയാൻ ഇലയില്ല. എന്താണ്? ആനയെ തിളയ്ക്കാനുള്ള തടി കിട്ടും, പക്ഷെ കടുക് പൊതിയാനുള്ള ഇല പോലും ഇല്ല. എന്താണ്? ഒരു മരമാണത്. എളുപ്പമുള്ള ക്വസ്റ്റ്യനായത്. കടുക് പൊതിയാൻ പോലും ഇലയില്ലാത്ത. ഇല ഉണ്ട്, മുള അല്ല. മുളയുടെയൊക്കെ ഇല കുറച്ചുകൂടെയൊക്കെ വലുതാണ്. ഓല. തെങ്ങ്. തെങ്ങല്ല. അറിയില്ല. ഇവിടെ ഹിറ്റ് ചെയ്തു. ആ മരത്തിന്റെ പേരും ഫലത്തിന്റെ പേരും അതിന്റെ രുചിയുടെ പേരും എല്ലാം ഒന്നാണ്. അതേത് മരം? ചക്ക. ആനയെ തിളയ്ക്കാനുള്ള തടിയുണ്ട്, കടുക് പൊതിയാൻ ഇലയില്ല. ചെറിയ ഇലയുള്ള മരം ഏതാ അത്? ഫുൾ ടൈം ഔട്ടായി. യെസ്, പുളിയാണ് കറക്റ്റ് ആൻസർ. ഞാൻ അത്തിയാണ് പറയാൻ. അത്തി. ആ പോയിന്റ് ഇല്ല, കാര്യം ടൈം ഔട്ട് ആയ ശേഷമാണ് പറഞ്ഞത്. ഇനി മേടിച്ച കൂടിയ മാർക്കായി പോവല്ലേ, കൂടുതലായി പോവും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇല്ല അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇരുട്ടുകാട്ടിൽ കുരുട്ട് വന്നി. എന്താണ്? പേൻ. പേൻ ജയിച്ചു. ചുമ്മാ അറിഞ്ഞു നോക്കിയത്. എവിടെയും കേട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഇരുട്ട് കാണുന്ന പിന്നെ മുടിയാണ് ഓർമ്മ. ഓ, അങ്ങനെ. ഇവിടെ 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. പേരെന്താ? സാൻജോ. അപ്പോൾ ഭാവിയിലെ വക്കീലല്ലേ, എന്തെങ്കിലും ഗ്യാസ് ഉണ്ടെങ്കിൽ തരാം കേട്ടോ. ഭാവിയുടെ ലോയർ സാൻജോയാണ്. എന്തോ ഒന്നുമില്ല. ഇവനാരും ജയിലിൽ നിന്ന് ഇറക്കണ്ടോന്നല്ലേ. ഭാവിയിലെ ലോയർ സാൻജോയാണ് ഇന്നത്തെ ഇഞ്ചോട് ഇഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. സാൻജോയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. നല്ല എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. പ്രോഗ്രാം ഇടുമ്പോഴത്തേക്ക്
മിസ്റ്റേക്ക് ഇത്ര ഭാഗം കട്ട് ചെയ്തിട്ടാണ്. ഇത്രയും ഭാഗം കട്ട് ചെയ്യോ? ഓക്കെ, അത് പരിഗണിക്കാം. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ബൈ.